ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ ജഡ്ജ്മെന്റിന്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സംഭവിക്കാനോ അവരായിട്ടൊരു മുൻകൈയും എടുത്തിരുന്നില്ലാത്തൊരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കാര്യം വരുമ്പോൾ അവരൊരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഒരു നിലപാട്. കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ ആയിട്ടൊരു തീരുമാനം എടുത്ത് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് അവർ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കാനോ കംപ്ലീറ്റ്ലി നിങ്ങളെ ഉപേക്ഷിക്കാനോ അവർ തീരുമാനം എടുത്തിരുന്നില്ല. അവരുടേത് ഒരു ജഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാതിരുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് മരിച്ചു അല്ലെങ്കിൽ ഒരു ഡെത്ത് ആയി പോയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് റീബർത്ത് സംഭവിക്കണം, അതിന് പുതുജീവൻ നൽകി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിന് വേണം എന്നുള്ള സ്റ്റേജിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ചിന്താഗതികൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ജഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്ന അവരിപ്പോൾ ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ പുതുക്കി അതിലൊരു പുതുജീവൻ നൽകി നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് സന്തോഷകരമായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.